ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചതിൽ പോലീസിനെതിരെ വടകര റൂറൽ SP KE ബൈജു. പോലീസിന്റെ കൂട്ടത്തിലെ ചിലർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമം നടത്തി. ആരാണെന്ന് കണ്ടെത്താൻ ശ്രമം നടക്കുന്നു. പേരാമ്പ്രയിൽ ലാത്തി ചാർജ് നടന്നിട്ടില്ലെന്നും റൂറൽ SP പറഞ്ഞു. പോലീസ് ചെയ്തിട്ടില്ല. ലാത്തിചാർജ് നിങ്ങൾ കണ്ടു കാണും. ഒരു കമാൻഡേയും വിസിലടിക്കും, അടിച്ചോടിക്കും. അങ്ങനെ ആക്ഷൻ നടന്നിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ഉള്ള ചില ആളുകൾ മനഃപൂർവ്വം അവിടെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞങ്ങളിപ്പോൾ AI ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് ആരാണെന്ന് കണ്ടുപിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ എൻ്റെ അല്ല, ഞങ്ങളുടെ എല്ലാവരും MP കൂടെ നിന്ന് പോലീസുകാർ പുറകെ നിന്ന് ലാത്തിക്കൊണ്ട് ഇങ്ങനെ കിട്ടുന്നൊരു ഉണ്ട്. അതിനു മുമ്പ് ഞങ്ങൾ എല്ലാ വിഷ്ണു നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞില്ല, ലാത്തിചാർജ് ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇപ്പോഴും ലാത്തിചാർജ് ചെയ്തിട്ടില്ല. ദൃശ്യ പുതിയടത്ത് വിവരങ്ങൾ നൽകും. ദൃശ്യ, അന്ന് ആ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചില ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കിയെന്നാണ് റൂറൽ SP പറയുന്നത്. അപ്പോൾ അതിന് പിന്നെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് തന്നെയാണോ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്? ദിവ്യ, തീർച്ചയായും വടകരയിൽ നടന്ന ഒരു പരിപാടിക്കിടെയാണ് റൂറൽ SP ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ ഷാഫി പറമ്പിലിനെ എതിരെ പറഞ്ഞ പോലീസുകാർക്കെതിരെയും ഈ പോലീസുകാർക്ക് പ്രതിരോധം തീർക്കുന്ന CPM-നും വലിയൊരു തിരിച്ചടി തന്നെയാണ് ഈ റൂറൽ SP-യുടെ ഈ പ്രതികരണം. അതായത് ഈ പോലീസിൽ തന്നെയുള്ളവർ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഒരു ശ്രമം നടത്തി. അതിന്റെ ഭാഗമായാണ് ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റത് എന്ന് തന്നെയാണ് റൂറൽ SP KE ബൈജു പറഞ്ഞു വയ്ക്കുന്നത്. അന്ന് പോലീസിൽ ചിലർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമം നടത്തി. ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ അന്ന് ഈ പോലീസിന്റെ ആക്രമണത്തിനിടെ ഈ ഷാഫി പറമ്പിലിനെ പുറകിൽ നിന്ന് തല്ലുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞു പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് ഇതൊരു ഷാഫിയുടെ ഒരു ഷോ മാത്രമാണ്, പോലീസിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റതല്ല എന്നതടക്കമുള്ള വാദങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നിരത്തുന്നതിനിടയിലാണ് കൃത്യമായി ഇത് പോലീസിന്റെ ഭാഗത്തു നിന്നും അന്ന് തെറ്റ് തന്നെയാണെന്ന് ആവർത്തിച്ചുകൊണ്ട് പോലീസിൽ നിന്ന് ഉയർന്ന ഉദ്യോഗസ്ഥൻ റൂറൽ SP തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇത് കണ്ടെത്താനുള്ള ആരാണ് ചെയ്തത് എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. AI സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച് ഇത് ആരാണെന്നുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ആ വേദിയിൽ പറഞ്ഞു നിർത്തിയത്. ഇതെന്തായാലും പോലീസിനെ മാത്രമല്ല CPM-നെയും പ്രതിരോധത്തിലാക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഈ CPM-നെ അല്ലെങ്കിൽ പോലീസിനെ സംരക്ഷിക്കുന്ന നിലപാട് വരുന്ന സാഹചര്യത്തിൽ CPM-നെ കൂടി പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ റൂറൽ SP-യുടെ ഈ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പോലും പോലീസിലെ ചിലരെ ന്യായീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു CPM നേതൃത്വവും അല്ലെങ്കിൽ പോലീസിലെ ചില ഉദ്യോഗസ്ഥരടക്കം മുന്നോട്ട് വന്നിരുന്നത്. ഇത് ഷാഫി പറമ്പിൽ ആ ഒരു ആക്രമണത്തിൽ അല്ലെങ്കിൽ പോലീസിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റതല്ല, പോലീസിന്റെ ലാത്തിചാർജിൽ പരിക്കേറ്റതല്ല എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം വരെ പോലീസിൽ നിന്നും CPM-ൽ നിന്നും ഒക്കെ ഉയർന്നു വന്നിരുന്ന ഒരു കാര്യം. എന്നാൽ കഴിഞ്ഞ ദിവസം CCTV പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായി പോലീസിന്റെ ലാത്തി ഉപയോഗിച്ച് ബാറ്റൺ ഉപയോഗിച്ച് പരിക്കേറ്റത് തന്നെയാണെന്ന CCTV ദൃശ്യങ്ങൾ തെളിഞ്ഞതോടെ ആ ഒരു വാദം പൊളിയുന്നൊരു സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ റൂറൽ SP ഇത് കൃത്യമായും പോലീസിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച ഒരു തെറ്റ് തന്നെയാണ്. ഇത് ചെയ്തത് ആരെയാണ്? കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ചേരുകയാണ്. ശ്രീ പ്രവീൺകുമാർ, ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചതിൽ പോലീസിനെതിരെയാണ് ഇപ്പോൾ വടകര റൂറൽ SP KE ബൈജു തന്നെ രംഗത്തെത്തിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് പോലീസിനകത്തെ ചിലർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമം നടത്തിയെന്നാണ്. ഇത് നമ്മൾ കണ്ടതാണ്, ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. കൃത്യമായി ഷാഫി പറമ്പിലിനെ മർദ്ദിക്കുന്നതും അതിന് പിന്നാലെ മൂക്കിൽ നിന്നൊക്കെ ചോര വരുന്നതുമൊക്കെ. എന്നിട്ടും CPM നേതാക്കളൊക്കെ പറഞ്ഞത് ഇതെന്തോ കോൺഗ്രസുകാർ ഒരു ചരിത്രത്തിൽ ഇതുവരെ നടക്കാത്ത ഒരു സംഭവമായി വെറുതെ ഉയർത്തിക്കാട്ടുകയാണ് എന്നൊക്കെയാണ്. അവർക്കുള്ള ഒരു കൃത്യമായൊരു മറുപടി കൂടിയല്ലേ റൂറൽ SP-യുടെ വാക്കുകൾ? തീർച്ചയായും വൈകിയാണെങ്കിലും റൂറൽ SP തെറ്റ് സംബന്ധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഏതായാലും കോൺഗ്രസും UDF-ഉം പറഞ്ഞ വാദം ശരിയാണ് എന്ന് റൂറൽ SP-യുടെ തെറ്റ് സമ്മതികളോടെ വ്യക്തമായിരിക്കുകയാണ്. ഇനി ചെയ്യേണ്ടത് ആ കുറ്റക്കാരെ കണ്ടെത്തി നടപടിക്കലാണ്. നടപടി ഉടനുണ്ടാവണം. പോലീസിനകത്ത് പ്രശ്നമുണ്ടാക്കിയ പോലീസുകാരെ ഒരിക്കലും വെച്ചുപറിക്കാൻ പറ്റില്ല. റൂറൽ SP തന്നെ ഈ തെറ്റ് ഏറ്റുപറഞ്ഞിക്ക് അടുത്ത നടപടി ആ കുറ്റക്കാരനായ പോലീസുകാരന്റെ പേരിലുള്ള ശക്തമായ നടപടിയായിരിക്കണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതെടുക്കാൻ റൂറൽ SP തയ്യാറാവണം, IGP തയ്യാറാവണം, ഈ ബന്ധപ്പെട്ട പോലീസ് തയ്യാറാവണം. ഇത് തന്നെയാണ് കോൺഗ്രസ് ഇന്ന് വൈകിട്ട് ഉച്ചയ്ക്ക് പോത്തെ എന്റെ പത്രസമ്മേളനത്തിൽ ഞാൻ ആവശ്യപ്പെട്ടത്. ഇതാണ്, കുറ്റക്കാർക്കെതിരെ നടപടി വേണം. ഇനി ഇങ്ങനെ ആവർത്തിക്കാൻ. പ്രവീൺകുമാർ, ഇവിടെ ഒരു നടപടി മാത്രം മതിയോ? മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമം നടത്തി എന്ന് പറയുമ്പോൾ നടപടി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കേവലം ഒരു സ്ഥലം മാറ്റൊന്നും പോരാ, സസ്പെൻഡ് ചെയ്യണം സർവീസ്. തീർച്ചയായും അത് മാത്രമല്ലല്ലോ, ഇത് ഇങ്ങനെ ഒരു മനഃപൂർവ്വം ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടാക്കാൻ മർദ്ദിക്കാൻ ശ്രമം നടത്തി എന്ന് പറയുമ്പോൾ അത് ആര് പറഞ്ഞിട്ട് എന്തിനു വേണ്ടി അങ്ങനെ ഒരു നീക്കമുണ്ടായി എന്ന് കൂടി അറിയേണ്ടതില്ലേ? തീർച്ചയായിട്ടും അടുത്ത ഭാഗമാണ്. കാരണം
പോലീസിനകത്തുനിന്നും പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നറിഞ്ഞാൽ അതിന്റെ പിന്നിലാരാണ്? ഹു ഈസ് ബിഹൈൻഡ് ദ കർട്ടൻ? ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, CPM-നകത്തുള്ളൊരു ഗുണ്ടാ സംഘവും പോലീസിനകത്തുള്ള ഗുണ്ടാ സംഘവും ചേർന്ന് നടത്തിയ കോൺസ്പിറൻസിയാണ് ഈ ആക്രമണം. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണെന്നേ വരുന്നത്. അതുകൊണ്ട് ആദ്യം ഈ പോലീസ് നടപടി വരട്ടെ, അതിനുശേഷം വിശദമായ അന്വേഷണം എല്ലാം പുറത്തു വരണം. കാരണം ഇത് ഈ കൂട്ടരെ പോലീസിൽ വെക്കാൻ പറ്റുമോ? ഇത്തരക്കാരെ പോലീസിൽ വെച്ച് പൊറപ്പിക്കരുത്. അതുകൊണ്ട് വളരെ കർശനമായ നടപടി വരട്ടെ, ഊർജിതമായ അന്വേഷണം വേണം. മറ്റു കാര്യങ്ങൾ അടുത്ത ദിവസം പറയാം. അല്ല ശ്രീ പ്രവീൺകുമാർ, നമ്മൾ പലപ്പോഴായി കസ്റ്റഡി മർദ്ദനത്തിന്റെ പല വാർത്തകൾ നമ്മൾ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ അടക്കം മർദ്ദിച്ച ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ പോലീസ് സ്റ്റേഷൻ അകത്തുനിന്നാണെങ്കിൽ അതേ രീതിയിലുള്ള ഒരു പ്രതികരണം ഇപ്പോൾ പബ്ലിക്കായി പുറത്ത് പ്രതിഷേധത്തിനിടയിൽ അടക്കം നടത്തുന്നു എന്നല്ലേ? ഞാൻ പറഞ്ഞല്ലോ, റൂറൽ SP-യുടെ വെളിപ്പെടുത്തൽ അതീവ ഗൗരവവും അതിലേറെ ചർച്ച ചെയ്യേണ്ടതുമാണ്. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണെന്ന് വളരെ സന്തോഷം. പക്ഷെ അതിനപ്പുറത്ത് ഒരുപാട് വശങ്ങളുണ്ട്. അടിച്ച ആ അംഗരഹിത പോലീസുകാരനാര്, അവൻ ആരുടെ നിർദ്ദേശപ്രകാരം ചെയ്തു, പോലീസുകാരുടെ പുറകിൽ ആരൊക്കെയുണ്ടോ? ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ആ പോലീസിന്റെ പുറകിൽ CPM-ലെ ചില ഗുണ്ടാ സംഘങ്ങളുണ്ട്. ഇത്തരക്കാരെ തുറന്നു കാണിക്കണം. ആദ്യം ഞാൻ പറയട്ടെ, നടപടി വരട്ടെ ഈ പോലീസുകാരുടെ പേരിൽ. അതിനുശേഷം ഊർജിതമായ അന്വേഷണം വേണം. ആ അന്വേഷണത്തിൽ എല്ലാം ഘടകമാക്കണം. എല്ലാ കാര്യങ്ങളും ഘടകമാക്കി ഇത്തരക്കാരെ അത് രാഷ്ട്രീയത്തിലായാലും പോലീസിലായാലും സമൂഹത്തിൽ തുറന്നു കാട്ടാനുള്ള ശ്രമമാണ് ഇപ്പോൾ വേണ്ടത്. യെസ്, എന്തായാലും ശക്തമായ നടപടി വേണം. ആ ഉദ്യോഗസ്ഥർ സർവീസിൽ തുടരാൻ പാടില്ല എന്നാണ് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാറിന്റെ ആവശ്യം. യെസ്, കോൺഗ്രസ് ശക്തമായ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. അതിനിടെയാണ് അവരുടെ വാദങ്ങൾക്ക് ബലം പകരുന്ന തരത്തിൽ റൂറൽ SP-യുടെ പ്രതികരണം കൂടി വന്നിട്ടുള്ളത്. ദൃശ്യ പുതിയടത്ത് ചേരുന്നുണ്ട്. ദൃശ്യ, അന്നത്തെ ദിവസം മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാനുള്ള ശ്രമം പോലീസിലെ ചിലർ നടത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ പേരാമ്പ്രയിൽ ഒരു ലാത്തി ചാർജ് നടന്നിട്ടില്ല എന്നാണോ റൂറൽ SP പറയുന്നത്? ദിവ്യ, തീർച്ചയായും ഈ പോലീസിന്റെ ഇത്തരത്തിലുള്ള ശ്രമം നടന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് പോലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലാത്തി ചാർജ് നടന്നിട്ടില്ല. പേരാമ്പ്രയിലെ ടൗണിലെ ആ പ്രതിഷേധത്തിനിടെ അത്തരത്തിലൊരു ലാത്തി ചാർജ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടന്നിട്ടില്ല എന്നുള്ള ആ കാര്യം കൂടി റൂറൽ SP ആവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കാനുള്ള ശ്രമം നടന്നിരുന്നു പ്രതിഷേധത്തിനിടെ. പക്ഷെ അതൊരു ലാത്തി ചാർജിന്റെ ഭാഗമായുള്ള കാര്യമല്ല എന്ന് തന്നെയാണ് റൂറൽ SP പറഞ്ഞു വെക്കുന്നത്. ഇത് കോൺഗ്രസിന്റെ ദിവ്യ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിന്റെ വാദങ്ങളെ ഈ ഒരു കരുത്തു പകരുന്ന, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളെ കരുത്തു പകരുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ ഒരു പ്രശ്നങ്ങളെ സമ്മതിക്കുന്നുണ്ടെങ്കിൽ പോലും, പക്ഷേ എങ്കിൽ പോലും ഈ ഒരു കാര്യം ലാത്തി ചാർജ് നടന്നിട്ടില്ല എന്നുള്ള കാര്യം കൂടി റൂറൽ SP ആവർത്തിക്കുകയാണ് ദിവ്യ. എങ്കിൽ പോലും ഈ ഒരു കാര്യം തെറ്റ് പോലീസിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി സമ്മതിക്കുന്നുണ്ട് റൂറൽ SP. ദിവ്യ, യെസ്, പോലീസ് ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തുകയാണ് റൂറൽ SP. അന്ന് പോലീസിലെ ചിലർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കിയെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. വിവരങ്ങളാണ് ദൃശ്യ പുതിയടത്ത് നൽകിയത്.